Welcome to Cotswold. സോ ഞങ്ങൾ ഇന്ന് റൂം എടുത്തേക്കുന്നത് ചെൽട്ടൻഹാം എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ്. ഇത് കോട്സ്വോൾഡിൻ്റെ ഏതാണ്ട് സെൻട്രലായിട്ട് വരും. സോ ദാറ്റ് നമുക്ക് ബാക്കിയുള്ള പോർട്ടുകളിലേക്കെല്ലാം ഇവിടെ നിന്ന് പോകാൻ അത്യാവശ്യം എളുപ്പമാണ്. ഇവിടെ ഏതാണ്ട് 5 മണിയായിട്ടുണ്ട്. സോ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കാസിൽ കൊമ്പെ പോയി വിസിറ്റ് ചെയ്യാനാണ്. കാസിൽ കൊമ്പെ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ പ്രെറ്റിയസ്റ്റ് വില്ലേജസ് ഇൻ ഇംഗ്ലണ്ട് എന്ന ടാഗ് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഒരു ഹെറിറ്റേജ് വില്ലേജാണ്. ചെൽട്ടൻഹാമിൽ ഇപ്പോൾ നമ്മൾ വരുവാണെങ്കിൽ 1 hour ഡ്രൈവ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 minutes കഴിഞ്ഞു. പക്ഷിയും പഴുതാരൊക്കെ പിറകി വരും. അതാണ് ചർച്ച്. അത് ആ കാണുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ മാർക്കറ്റ് ക്രോസ്. ഇവിടെ വന്ന് കാണുമ്പോൾ വി കൈൻഡ് ഓഫ് ഗെറ്റ് വൈ ഇറ്റ് ഇസ് കോൾഡ് ദ പ്രെറ്റിയസ്റ്റ് വില്ലേജ് ഇൻ ഇംഗ്ലണ്ട്. ഹണി കളേർഡ് കോട്ടേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ വില്ലേജിൽ പുതിയൊരു കൺസ്ട്രക്ഷൻ അവസാനമായി നടന്നത് 400 കൊല്ലം മുന്നേ എന്നുള്ള ഫാക്ട് റിയലി ഹെൽപ്സ് റിട്ടൈൻ ദ ചാം. നമ്മൾ ആക്ച്വലി ഒരുപാട് ഇവിടെ കാണാനുണ്ട് എന്നുള്ളൊരു ഹോപ്പിൽ അങ്ങോട്ട് വന്നത്. പക്ഷെ നടന്നെത്തിയപ്പോഴേക്കും ഇന്നൊരു വില്ലേജ് ഗെറ്റവേ ആയി മാറിയെങ്കിലും ഒരു കാലത്ത് വൂൾ ഇൻഡസ്ട്രിക്ക് പേര് കേട്ട സ്ഥലമായിരുന്നു കാസിൽ കോംബ്. ചേർച്ച് റൂട്ടിൽ നിന്നുള്ള എൻട്രൻസിലോട്ട് കയറി. ഇതും ഒരു ക്വയറ്റ് നൈസ് പാത്ത് വേ. ഇറ്റ്സ് ഓൾസോ വെരി സീനിക് പ്ലേസ്. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് അറിയാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. ആൻഡ് ഫൈനലി നമ്മൾ ആ ചേർച്ചിൻ്റെ അവിടെ എത്തി. ഇവിടെ ഒരു UK തന്നെ ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോക്ക്, ഫേസ്ലെസ് ക്ലോക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ എവിടെയോ വായിച്ചു. ഇറ്റ്ലി ചർച്ചിൻ്റെ എന്തോ പാർട്ട് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഇറ്റ്സ് ക്ലോസ്ഡ്. അപ്പോൾ നമുക്ക് ആ ക്ലോക്ക് കാണാൻ പറ്റിയില്ല. ആൻഡ് അത് അൺഫോർച്ചുനേറ്റ് ഫാക്ടേഴ്സ് നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ്. ഒട്ടും ലൈറ്റ് ഇല്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് സൺസെറ്റ്. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒറ്റ മനുഷ്യനില്ല. കാർ പാർക്കിൽ എന്തോ ചെയ്യും. And hence the day begins. നമ്മളിന്ന് ഫസ്റ്റ് ബ്രോഡ്വേ ടവറിലോട്ടാണ് പോകുന്നത്. സോ രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലേറ്റായി. എന്തായാലും ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓൾമോസ്റ്റ് 7 AM ഹിയർ. സോ ഷുഡ് ബി റീച്ചിങ് ബൈ ഒരു 7:30 somewhere around that. ടവറിലോട്ട് പോകുന്ന വഴിയാണ്. ഇറ്റ് വാസ് ആക്ച്വലി എ മിക്സ് ഓഫ് ഫോറസ്റ്റ് റൂട്ട് ആൻഡ് റെസിഡൻഷ്യൽ ഏരിയ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. കുറച്ച് ഒരു എക്സ്പെൻസീവ് പോഷ് ഏരിയ പോലെ തോന്നുന്നു. വഴി കൂടെ കയറാനുള്ള പരിപാടി. കയറി മുകളിലെത്തിയാൽ ദിസ് വിൽ ബി ദ ഹയസ്റ്റ് വ്യൂ ഓഫ് കോട്സ്വോൾഡ്സ്. അതാണ് സിറ്റി ഓഫ് കോട്സ്വോൾഡ്സ്. നമുക്ക് ഇതുവഴി നടന്ന്
നടന്നു പോകുന്ന സമയത്ത് ഇതൊരു ട്രയൽ പാത്ത് പോകുന്നുണ്ട് ഇതുവഴി. ഈ ട്രയൽ പാത്ത് വിൽ ലീഡ് ടു കോട്സ്വോൾഡ്സ് മോട്ടർവേ എന്നാണ് ഇപ്പോൾ ഇവിടെ കണ്ടൊരു പുള്ളിക്കാരി പറഞ്ഞത്. അത്യാവശ്യം റിലാക്സ്ഡ് ഗെറ്റവേ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുവഴി രാവിലെ നടന്നൊക്കെ പോകാൻ പറ്റും. പക്ഷേ ദിസ് ഈസ് ഇൻ ദ മിഡിൽ ഓഫ് നോ വെയർ എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഫുൾ ഫാമിൻ്റെ നടുക്ക് ഒരു ടവർ. അപ്പോൾ എല്ലാം അടുത്തടുത്താണ്. സോ ക്യാമ്പർമാനൊക്കെ വരികയാണെങ്കിൽ അവിടെ ക്യാമ്പർ പാർക്കിംഗ് ഉണ്ട്. സോ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഒരുപാട് പേര് പട്ടിക്കുട്ടികളെയൊക്കെ കൊണ്ട് ഇതുവഴി നടന്നു പോകുന്നുണ്ട് രാവിലെ. ഷുഡ് ബി നൈസ്. കണ്ടാൽ ഒരു കുഞ്ഞു കാസിൽ പോലെ തോന്നുന്ന ഈ ടവർ 18th സെഞ്ച്വറിയിൽ ഇവിടെ ജീവിച്ചിരുന്ന ഒരു പൊളിറ്റീഷ്യൻ ജോർജ് വില്യം കൊവൻട്രിയുടെ നിർദ്ദേശപ്രകാരം ലാൻസ്ലോട്ട് ബ്രൗൺ എന്ന ഒരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റ് ഉണ്ടാക്കിയ ഒരു ഡെക്കറേഷൻ പീസ് മാത്രമാണ്. ഏലം ബ്രോഡ്വേ ടവറിന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് അടുത്ത വില്ലേജിലോട്ട് പോകാമെന്ന് നമ്മൾ വിചാരിച്ചു. എന്ത് മേടിക്കാൻ പോകുന്നത്? ബ്രോഡ്വേ ടവർ ആ ഏരിയയിലോട്ട് വരുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ബാക്കി സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മെയിൻ സ്പോട്ട് ചിപ്പിംഗ് ക്യാംപ്ടൺ ആ ഒരു ടൗൺ ആണ്. ഇറ്റ്സ് നല്ല ഭംഗിയുള്ളൊരു വില്ലേജ് എന്നാണ് പറയുന്നത്. അതല്ലാണ്ട് അതിൻ്റെ അടുത്ത് തന്നെ കോട്സ്വോൾഡിൻ്റെ ലാവൻഡർ ഫീൽഡ്സും ഈ ബ്രോഡ്വേ ടവറിൻ്റെ അടുത്താണ്. ഇതിൻ്റെ തൊട്ടടുത്ത് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് സ്നോസ് ഹിൽ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്വയറ്റ് വില്ലേജ്. അധികം ആൾക്കാരും ഇല്ല. ഇറ്റ് ഷുഡ് ബി എ വെരി കാം പ്ലേസ്. കോമ്പേനെക്കാട്ടി എനിക്ക് കുറച്ചും കൂടി ഭംഗിയുള്ളതുപോലെ തോന്നുന്നുണ്ട്. അവിടെ ആ ഒരു കനാൽ സൈഡുണ്ട്, ആ മെയിനർ ഹൗസ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയും ഫേമസ് ആയത്. പക്ഷെ ദിസ് ഈസ് ഓൾസോ അത്രയ്ക്കും തന്നെ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെ. ലൈക്ക് ഇവിടെ എന്തുകൊണ്ട് അധികം ആൾക്കാർ വരുന്നില്ല എനിക്കറിയില്ല. ഇറ്റ്സ് ആക്ച്വലി എ വെരി ക്യൂട്ട് ടൈനി ടൗൺ. ഭയങ്കര ഒരു റിമോട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ ലൈക്ക് ഒട്ടും മോഡേണൈസ് ചെയ്യാത്ത ഒരു വില്ലേജ് പോലെയാണ് നമുക്ക് തോന്നുക. ഒരു ടിപ്പിക്കൽ ഇംഗ്ലീഷ് വില്ലേജ് കണക്കാ തോന്നുക. ഇവിടുത്തെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ട്രഡീഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എല്ലാ വീടുകളുടെ ഫ്രണ്ടിലും ഒരു ഓണസ്റ്റി ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ബോക്സ് വെച്ചിട്ടുണ്ട്. ബേസിക്കലി പണ്ടുള്ള കാലത്ത് ആ വീട്ടിലെ എന്തെങ്കിലും ലോക്കൽ പ്രൊഡ്യൂസ് അവരെന്തെങ്കിലും ജാം ഉണ്ടാക്കിയാലോ എന്തെങ്കിലും ഫ്രൂട്ട്സോ എനിത്തിങ് ദേ ക്യാൻ ലീവ് ഇൻ ദിസ് ബോക്സ്. ഇപ്പോൾ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ സമയത്ത് മിലിറ്ററി എന്തെങ്കിലും ഇതായിട്ട് വരുന്നവർക്കൊക്കെ ആ ബോക്സിൽ നിന്നുള്ള ഫുഡോ എന്ത് വേണമെന്നുവെച്ചാൽ എടുക്കാം. ആൻഡ് ദേ ഹോപ്പ് ആ എടുക്കുന്ന ആൾക്കാർ അതിൽ സത്യസന്ധമായിട്ട് അതിൻ്റെ പൈസ വെച്ചിട്ട് പോകുന്നു. സോ ദേ വിൽ ജസ്റ്റ് ടേക്ക് ദാറ്റ്. ഇത് ഭയങ്കര ക്രൗഡഡ് ആണല്ലോ. കോട്സ്വോൾഡ് ലാവൻഡർ ഫാമിൻ്റെ അവിടെ എൻട്രി പോയിന്റിലെത്തി. ഇറ്റ്സ് ലൈക്ക് എന്താ അഡൾട്ട്സിന് $775 ആണ് എൻട്രി. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കോട്സ്വോൾഡിലെ ലാവൻഡർ ഫീൽഡൊക്കെ കണ്ടു. നല്ല വെയിലായിരുന്നു ആൻഡ് ഇറ്റ്സ് ക്വൈറ്റ് ക്രൗഡഡ്. പക്ഷേ കുഴപ്പമില്ല. എനിവേസ് നെക്സ്റ്റ് ഇനി ചിപ്പിംഗ് ക്യാംപ്ടൺ ടൗൺ വരെ പോകാം. അത് കഴിഞ്ഞ് വിൽ ഗോ ഹോം ആൻഡ് ടേക്ക് എ റെസ്റ്റ്, ഈറ്റ് സംതിങ്. സോ യാ ലെറ്റ്സ് ഗോ. ഇറ്റ്സ് ആക്ച്വലി ഭയങ്കര ക്യൂട്ട് ചിപ്പിംഗ് ക്യാംപ്ടൺ എന്ന് പറയുമ്പോൾ. ലൈക്ക് സേയിങ് ഇറ്റ് ചിപ്പിംഗ് ക്യാംപ്ടൺ.
പാർക്കിംഗ് കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. സോ ഫൈനലി മാർക്കറ്റ് സ്ക്വയറിൽ വി ഗോട്ട് എ സ്പോട്ട്. ഓക്കെ അല്ലേ? ഞങ്ങൾ ചിപ്പിംഗ് ഹെംപ്ടണിൽ കാറും പാർക്ക് ചെയ്ത് താച്ച്ഡ് ഹൗസസ് തപ്പി നടക്കുകയാണ്. അത് അപ്പാരൻ്റ്ലി ഇറ്റ്സ് എ തിങ്. നമ്മുടെ നാട്ടിൽ പണ്ട് ഓല മേഞ്ഞിരുന്നത് പോലെ വീറ്റ് ഹാർവെസ്റ്റിന് ശേഷം ബാക്കി വരുന്ന സ്ട്രോ വെച്ചിട്ട് റൂഫിംഗ് ചെയ്യുന്ന രീതിയായിരുന്നു താച്ച്ഡ് റൂഫിംഗ്. പണ്ട് ഇതൊരു നെസസിറ്റി ആയിരുന്നെങ്കിലും ഇന്ന് ഇറ്റ്സ് എ വേ ഓഫ് പ്രിസർവിങ് ദ ഓൾഡ് ചാം. നല്ല വെയിൽ, ഓൾസോ വിശക്കുന്നത്. നമ്മുടെ ടേസ്റ്റ് ഭയങ്കര ബ്ലാൻഡ് ഫീലിംഗ്. ഇതെന്താണ് 1M ഡെസ്റ്റിനേഷനിലെ എല്ലാ ഇതിൽ എഴുതി വെച്ചേക്കുന്നത് സംതിങ്? ഇവിടുത്തെ വീടുകൾ മാത്രമല്ല, പക്ഷേ ഈ എൻറ്റയർ ടൗണിന് ഒരു നൊസ്റ്റാൾജിക് ഫാക്ടറാണ്. ആ പുള്ളിക്കാരി പറയുകയാണ് ഇത് 400 കൊല്ലം പഴക്കമുള്ള മാർക്കറ്റ് ഹാളാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഫ്ലോർ ഇത്ര അൺഈവനായിട്ട് കിടക്കുന്നത്. അന്നുള്ള ഫ്ലോറാണിത്. ഇതുവരെ അത് മാറിയിട്ടില്ല, മാറ്റിയിട്ടുമില്ല. നമ്മൾ ഇന്നത്തെ അടുത്ത സ്റ്റോപ്പായ ബൈബറിയിൽ എത്തിയിട്ടുണ്ട്. ഇതും ഒരു വില്ലേജ് എസ്കേപ്പിൽ വരുന്നൊരു ഒരു സ്പോട്ടാണ്. പക്ഷേ ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുമാണ്. വളരെ ലിമിറ്റഡ് പാർക്കിംഗ് സ്പേസുകളേ ഉള്ളൂ. അപ്പോൾ എപ്പോൾ വന്നാലും സീസണിലൊക്കെ വരികയാണെങ്കിൽ പാർക്കിംഗ് സ്പോട്ട് എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി. ആൻഡ് ആർഗ്യുബിളി ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് അട്രാക്ഷൻ ഇസ് 14ാം നൂറ്റാണ്ടിലുണ്ടാക്കിയ ഈ റോ ഓഫ് കോട്ടേജസ്. അറിയാതെ അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. Nice, പക്ഷേ it's a long ride from where you have to come. സമയം ഇപ്പോൾ രാവിലെ 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിന്ന് യാത്ര തുടങ്ങുന്ന ബോട്ടർ ഓൺ ദ വാട്ടറിൽ നിന്നാണ്. അതൊരു ഭയങ്കര പിക്ചറസ്ക് വില്ലേജാണ്. നടുക്കൂടെ ലേക്കൊക്കെ ഒഴുകുന്ന മാതിരി. ഇവിടുന്ന് ഒരു 28 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. പക്ഷേ രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം തിരക്ക് കാണില്ല. പക്ഷേ വെതർ ഇന്നലത്തെ അത്ര നൈസാണെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ, ബിക്കോസ് ഇതാണ് അവസ്ഥ. രാവിലെ മുതൽ അനദർ പെർക്ക് ഓഫ് ട്രാവലിംഗ്. രാവിലെ ഓപ്ഷൻസ് കൂടിയിട്ട് എവിടെ ഇടണമെന്നും പറഞ്ഞ് കൺഫ്യൂഷനായിപ്പോയി. എന്തായാലും സീറ്റ് വേണം. ഈ വില്ലേജിൻ്റെ നടുക്കൂടെ ഇങ്ങനെ റിവർ ഒഴുകുന്നത് കൊണ്ട് ഈ വില്ലേജ് ഇസ് ഓൾസോ കോൾഡ് ദ വെനസ് ഓഫ് കോട്സ്വോൾസ്.
മഴ. ഞങ്ങൾ എത്രയും പെട്ടെന്ന് കാറിലേക്ക് ഓടുക. പറഞ്ഞ് ഞാൻ സമാധാനിച്ചത് അത്ര നന്നായില്ലെന്ന്. ചെറിയ മഴയൊക്കെ പെയ്ത് പോയി. മഴയാണെന്ന് പറഞ്ഞ് നമ്മൾ കുട എടുത്ത് വന്നപ്പോഴേക്കും മഴ പോയി. എനിവേസ് ഞങ്ങൾ ആ ബോട്ടിന് ഓൺ ദ വാട്ടറിൻ്റെ മെയിൻ സ്ട്രീറ്റിൽ അവിടെ ഇങ്ങനെ ഒരു കസേരയിലിരിക്കുക, ആൾക്കാരൊക്കെ ക്ലീൻ ചെയ്തിരിക്കുക. എന്നതാണ് റിവർ വിൻഡ്രഷ്. ഇതിങ്ങനെ ബോട്ടിന് ഓൺ ദ വാട്ടറിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുക. ദാറ്റ്സ് വൈ ഇറ്റ്സ് സ്പെഷ്യൽ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബ്രിഡ്ജസും ഈ റിവറും. അങ്ങനെ വലിയ സ്കൈ സ്ക്രീപ്പർ അങ്ങനത്തെ ബിൽഡിങ്സ് ഒന്നുമില്ല. ഇറ്റ്സ് മോസ്റ്റ്ലി ഒരു സ്റ്റോൺ കോട്ടേജസ് ആണ് ഹോൾ ഈ വില്ലേജ് ഫുൾ. സോ ഫീലിംഗ് ലൈക്ക് ദിസ് വുഡ് ബി എ ക്വയറ്റ് കാം ലൈഫ്. ആൻഡ് ഇൻഡീഡ് ഇറ്റ് ഈസ്. ഇവിടെ അങ്ങനെ കാണാനായിട്ട് മോണമെൻറ്റ്സോ ചെയ്യാനായിട്ട് അധികം കാര്യങ്ങളോ ഇല്ല. ഇറ്റ് ഗീവ്സ് ഒരു ഭയങ്കര സെറീൻ കാം വൈബ്. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഹണ്ടിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഹണ്ട് ഇവിടെ നോക്കണം, കടയൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. 9 മണി ആവുന്നേ ഉള്ളൂ. സോ നോക്കട്ടെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഹണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ക്യൂട്ട് കഫേയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഡോണട്ട് പൈ, ഞാനൊരു ഗാർഡൻ ഫ്രൂട്ട് വെജിറ്റബിൾ എന്ന് പറഞ്ഞിട്ടൊരു പൈ, ആൻഡ് ദെൻ രാമു ഓർഡേർഡ് ഒരു സ്റ്റീക്ക് പൈ. എങ്ങനെയുണ്ടത്? ഞാൻ പെട്ടെന്ന് ജഡ്ജ് ചെയ്ത് കളഞ്ഞു. ഫ്രഞ്ചായിട്ട് എങ്ങനെയാ? ഫ്രഞ്ചായിട്ട് എൻ്റെ ഒരാൾ കയ്യേറി. മാരീഡ് ഗൈസ് or get a girlfriend, get a partner. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ദ ഡേ ലോവർ സ്ലോട്ടർ. ഇറങ്ങിയ സമയം കൊള്ളാം അല്ലേ? അടിപൊളി. ഞങ്ങൾ വന്ന് ഇറങ്ങി ഒരു 2 മിനിറ്റിൽ മഴ ഉറച്ചു. നല്ല ഭംഗി. ഹായ് ഇവിടെ. പറയുമ്പോഴേക്കും നമുക്ക് തോന്നില്ല ഒരു ഡാർക്ക് ഹിസ്റ്ററി ഉള്ള സൈഡാണെന്നൊക്കെ തോന്നില്ല. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്, എന്തുകൊണ്ട് ഈ സ്ഥലങ്ങളിൽ ലോവർ സ്ലോട്ടർ അപ്പർ സ്ലോട്ടർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ വെൻ ഐ സെർച്ച്ഡ് ഇൻ ഗൂഗിൾ, ഇത് ആക്ച്വലി കംസ് ഫ്രം എ വേർഡ് സ്നോ എന്ന് വെച്ചാൽ ഒരു മഡി വെറ്റ് ലാൻഡ് ആണ്. സോ അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വന്നത്. ബട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ഓക്കെ, ഫസ്റ്റ് കേൾക്കുമ്പോൾ ഇറ്റ് ഫീൽസ് ലൈക്ക് വാട്ട് ഇഫ് ഇറ്റ് ഹാസ് ലൈക്ക് എ ഡാർക്ക് സൈഡ് അങ്ങനെയൊക്കെ തോന്നും. ബട്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? കറങ്ങാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഞങ്ങളങ്ങനെ സ്റ്റോൺ ദ വേൾഡിലോട്ട് വരാനായിട്ട് ഞങ്ങളുടെ ഐറ്റിനറിയിൽ അവസാനത്തെ മെയിൻ അതെ. പക്ഷേ 1/2 മണിക്കൂറായിട്ട് പാർക്കിംഗ് തപ്പിക്കിടക്കാണ്. ഇറ്റ്സ് ഓൾസോ രക്ഷയില്ലാത്ത ട്രാഫിക്. ഇതാണ് നമ്മുടെ സ്ട്രീറ്റ് പാർക്കിംഗ്. ആൻഡ് ഇവിടെ ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് എ സ്പോട്ട്. അവിടെ കാണുന്ന വണ്ടികളൊക്കെ ഒരു സ്പോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു ഔഡി കൊണ്ട് കയറ്റി ഇവിടെ ഒരു മിനി എടുക്കുന്നു. ആ മിനിയുടെ അവിടെ കയറാൻ റേഞ്ച് റോവർ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ തിരിച്ചാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ ഒരു എം ടി സ്പോട്ട് ഉണ്ടല്ലോ, കയറ്റിക്കൂടെ എന്ന് വെച്ചാൽ ദേ കൊണ്ട് വെച്ചേക്കും. Thank you so much. Thank you so much. ഇതാണ് സെൻറ്റ് എഡ്വേർഡ്സ് ചർച്ച്. ഇത് ഇത്രയും ഫേമസ് ആവാൻ എനിക്ക് തോന്നുന്നു ദർ ഇസ് ദിസ് particular door called the Tolkien's door, and it's quite mystic. ഈ Lord of the Rings ലൊക്കെ വരുന്ന പോലത്തെ ഒരു ഡോറാണ്. I'm not sure if it's the same one.
ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ ടോക്കിംഗ് ഡോർ കാണാൻ വരുവാണെങ്കിൽ വൺ തിങ് യു കൻ ഡു ഇസ് ഈ ഡോറിൻ്റെ അവിടെ കൊണ്ട് ചെവി വെച്ച് നോക്കണം ആൻഡ് യു കൻ ഹിയർ ദിസ് നൈസ് മ്യൂസിക്. അതിൽ കൂടി ഇറ്റ്സ് ലൈക്ക് അവിടെ അതിൻ്റെ ബാക്കിലെ ഡോറിൻ്റെ ബാക്കിൽ ആരോ ലൈക്ക് പിയാനോ വായിക്കുന്ന പോലെ. ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ സ്റ്റോൺ ദ വേൾഡൊക്കെ കണ്ട് മെയിൻലി ഇറ്റ്സ് ജസ്റ്റ് ദ ടോൾക്കിയൻ ഡോർ അല്ലേ? Yeah. So anyways, the next plan is to go to this famous ഫാം ഷോപ്പ്. ഈ കൺട്രിയിൽ ഇത്രയും ഫേമസ് ഫാം ഷോപ്പ് ഉണ്ടോന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. ന്യൂബീസ് നോ ഹിം ഫ്രം മറ്റേ Clarkson's farm. Legends know him from Top Gear. Car guys would definitely get this. Anyways, I'm so excited to finally go there because ആ സമയത്ത് ആ ഫാം ഷോപ്പ് തുടങ്ങുന്ന സമയത്തുള്ള ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് I've never even thought that I would be there. I would be going there in 3 years' time. So I'm like super excited to be going. Just 4 more minutes. Hey guys, Diddley Scott Farm Shop parking again. Oh, they even have a like person to assist. Which where did you ever see? ഫാം ഷോപ്പിനാടാ ഇത്രയും My God. It's a different level. 200 മീറ്റർ മാറി പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടന്ന് വേണം ഈ ഫാം ഷോപ്പിലെത്താൻ. ക്ലാക്സൺ ഇപ്പം എന്തോ ഒരു പുതിയൊരു തന്നെ അങ്ങനത്തെ ഫാമിൽ എന്തോ ബിയറൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. സോ അത് കുടിക്കാനാണ് ഈ കൂട്ടം. ഇതാണ് നമ്മുടെ ക്ലാക്സൺ ഫാം. പക്ഷേ ഇൻസെയിൻ കൂട്ടവും ക്യൂ ആയതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഞങ്ങളിവിടെ കയറാൻ പോകുന്നതാണ്. സി ആ ഒരു പോയിന്റിൽ നിന്നാണ് ക്യൂ സ്റ്റാർട്ട്സ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അങ്ങനെ കറങ്ങി 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 ആൻഡ് യു ഹാവ് ടു സ്റ്റാൻഡ് ആൻഡ് ദെൻ ദിസ് ഇസ് ദ ഫാം. സോ ഒരു കുഞ്ഞ് ഫാമിലോട്ട് കയറാനായിട്ട് യു ഹാവ് ദാറ്റ് ലോങ് ക്യൂ. To travel on a budget. Spring roll, മറ്റേ ബീഫ് ഇൻ ബ്ലാക്ക് ബീൻ സോസ്. ചൗമീൻ കഴിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് ബോക്സിന്ന് എടുത്തിട്ട് അത്രയും വലിയ ഇൻസ്ട്രക്ഷൻ ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഫുൾ ഇംപ്രവൈസ് ചെയ്യാൻ പോവാം. ഞങ്ങൾ ചെൽട്ടൻഹാം സിറ്റിയിലൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഇറ്റ്സ് എ വെരി കൈൻഡ് ഓഫ് ക്വയറ്റ് സിറ്റിയാണ്. വലിയ ലണ്ടൻ പോലൊന്നും അല്ല. പക്ഷേ ലിവർപൂൾ എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് പോഷ്. സത്യം കുറെ കൂടെ പോഷാണ്. ഇപ്പുറത്തെ പിന്നിലേക്കുള്ള ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഇൻക്രെഡിബ്ലി പോഷ്. ഓൾസോ കോട്സ്വോൾഡ് ഞങ്ങൾക്ക് വന്നപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഈ പഴയ വില്ലേജസ് ഒക്കെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ദേ ഹാവ് മെയ്ഡ് എ ലൈഫ് അറൗണ്ട് ഇറ്റ്. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വന്നത്. സോ ദാറ്റ്സ് ക്വൈറ്റ് ആക്ച്വലി വെരി നൈസ്. നമ്മുടെ നാട്ടിൽ അധികം കണ്ടുവരാത്ത ഒരെണ്ണം. സോ ഐ ഗെസ് ദാറ്റ് ഈസ് ഇറ്റ്. ഇത്രയും ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ വെരി മച്ച് ആൻഡ് വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ. ബൈബറി ബിബറി നമ്മളവിടെ ഒരു ഫാമിലി വന്നപ്പോൾ പാവങ്ങളല്ലേ ഒരു വീഡിയോ എടുത്തിട്ട് പൊക്കോട്ടെ അല്ല ഫോട്ടോ എടുത്തിട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങൾ വിട്ടു. ഓക്കെ നിങ്ങൾ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞു തന്നു.